വെസ്റ്റിൻഡീസിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സിനും 140 റൺസിനും തകർപ്പൻ വിജയം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾക്ക് കായിക ഡെസ്കിൽ നിന്നും സ്പോർട്സ് ഡെസ്കിൽ നിന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്നോടൊപ്പം ജ്യോതിഷ് മോഹനൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ജ്യോതിഷ്, ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ തിളക്കമാർന്ന ഒരു ഇന്നിംഗ്സ് വിജയത്തിലേക്ക് പോകുമ്പോൾ ഏതൊക്കെയായിരുന്നു അതിന്റെ സുവർണ്ണ ഘട്ടങ്ങൾ, നിർണായക ഘട്ടങ്ങൾ? ജ്യോതിഷ്. പ്രജീഷ്, അത്യുജ്വലമായൊരു മത്സരം തന്നെയാണ്. ഏഷ്യ കപ്പിന് ശേഷം ഇന്ത്യൻ ടീം നല്ല ഫോമിൽ തന്നെയാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആയിരുന്നു ഇന്നത്തെ മത്സരം. വലിയൊരു വിജയം തന്നെ ഇന്ത്യക്ക് നേടാൻ സാധിച്ചു. കാരണം ഒരു ഇന്നിങ്സ് ബാക്കി നിൽക്കെ ആണ് ഇന്ത്യയുടെ വിജയം. 140 റൺസിനും ഒരു ഇന്നിങ്സിനുമാണ് ഇന്ത്യയുടെ വിജയം. ഇന്നിപ്പോൾ മൂന്നാം ദിവസമായിട്ടുള്ളൂ. ഇനി ഒരു 2 ദിവസം കൂടെ ബാക്കി നിൽക്കെ മൂന്നാം ദിവസം തന്നെ ഇന്ത്യക്ക് കളി അവസാനിപ്പിക്കാൻ സാധിച്ചു. അതൊരു വലിയ നേട്ടം തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ. മത്സരം നമ്മളൊന്ന് ത്രൂ ഔട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്യുന്നു. വെസ്റ്റ് ഇൻഡീസിനെ 162 റൺസിന് ഇന്ത്യ അവസാനിപ്പിക്കുന്നു അവരുടെ ഇന്നിങ്സ്. തുടർന്ന് ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ തന്നെ ഇന്ത്യൻ ടീമിൽ 3 പേർ സെഞ്ചുറി നേടുന്നു. KL രാഹുൽ, രവീന്ദ്ര ജഡേജ, അതുപോലെ ധ്രുവ് ജുറൽ. ഈ 3 പേരുടെ സെഞ്ചുറിയുടെ മുകളിൽ 448 റൺസ് എന്ന ഇന്ത്യ ഒരു മനോഹരമായ ഒരു ടോട്ടൽ എടുക്കുന്നു. ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നു. തുടർന്ന് വീണ്ടും വെസ്റ്റ് ഇൻഡീസ് ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. ഇന്ത്യൻ ബൗളർമാർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രവീന്ദ്ര ജഡേജയുടെ ബോളിംഗ് ആയിരുന്നു. 4 വിക്കറ്റാണ് രവീന്ദ്ര ജഡേജ നേടിയത്. തുടർന്ന് മുഹമ്മദ് സിറാജിന്റെ ബോളിംഗും എടുത്തു പറയേണ്ടതാണ്. സിറാജ് 3 വിക്കറ്റ് നേടി, കുൽദീപ് യാദവ് 2 വിക്കറ്റ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ സിറാജിന്റെ പ്രകടനം, 4 വിക്കറ്റ് നേടിയ സിറാജിന്റെ പ്രകടനവും വെസ്റ്റ് ഇൻഡീസിന്റെ സ്കോർ 162 ഒതുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ 3 വിക്കറ്റ് ആദ്യ ഇന്നിംഗ്സ് നേടി. മൊത്തത്തിൽ കളിയുടെ ഒരു ടോട്ടൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രവീന്ദ്ര ജഡേജയുടെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇന്ത്യൻ ബാറ്റിങ്ങിൽ ബാറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം സെഞ്ചുറി നേടുന്നു, ബോളിങ്ങിൽ അദ്ദേഹം 4 വിക്കറ്റ് നേടുന്നു. മൊത്തത്തിൽ ഒരു ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച രവീന്ദ്ര ജഡേജ തന്നെയാണ് കളിയിലെ താരം. അങ്ങനെ ഏകദേശം ഇന്ത്യൻ ടീമിന്റെ ഇന്ത്യൻ ക്യാമ്പ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏഷ്യ കപ്പിന് പിന്നാലെ മറ്റൊരു ഡബിൾ കളറാക്കുന്ന ഒരു ഇരട്ടി മധുരം ടെസ്റ്റിലും വെസ്റ്റ് ഇൻഡീസിനെ നിലംപരിശാക്കിക്കൊണ്ട് ഇന്ത്യ. നമുക്ക് ന്യൂസിന് ഇന്ത്യൻ ടീമിന് എല്ലാവിധ ആശംസകളും അറിയിക്കാം. കാരണം വലിയൊരു ആധികാരികമായ ജയം തന്നെ പറയാം. ഒരു തരത്തിലും വെസ്റ്റ് ഇൻഡീസ് ടീമിനെ ഡോമിനേറ്റ് ചെയ്യാൻ ഒരു അവസരം നിവർത്താൻ അനുവദിച്ചില്ല. തീർച്ചയായും. അപ്പോൾ ജ്യോതിഷാണ് കായിക ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.